പുണ്യദർശനം ക്ഷേത്രവാർത്തകളിലേക്ക് സ്വാഗതം. ശബരിമല മണ്ഡല പൂജ 2023 ഡിസംബർ മാസം 27 ബുധനാഴ്ചയാണ്. മണ്ഡലകാലത്തിന് സമാപനം കുറിച്ച് ഡിസംബർ 27 ബുധനാഴ്ച ഗുരുവായൂരിൽ കളഭാട്ടം നടക്കും. കോഴിക്കോട് സാമൂതിരി രാജയുടെ വഴിപാടാണ് ഈ കളഭാട്ടം. മണ്ഡലം 1 മുതൽ 40 ദിവസം നടന്ന പഞ്ചംഗ വ്യാഭിഷേകത്തോടെ ചൈതന്യവത്തായ ബിംബത്തിൽ കളഭം നിറയുമ്പോൾ ദർശനം തേടി ഭക്തജന പ്രവാഹം ക്ഷേത്രത്തിലെത്തും. എന്നും ഉച്ചപൂജയ്ക്ക് ഭഗവാന് കളഭം ചാർത്തുന്നുണ്ടെങ്കിലും മണ്ഡല സമാപന ദിനത്തിലെ കളഭാട്ടം അതിവിശിഷ്ടവും പുണ്യകരവും പ്രസിദ്ധവുമാണ്. പതിവിൽ ഇരട്ടി ചന്ദനവും കുങ്കുമവും അഭിഷേകത്തിന് തയ്യാറാക്കുന്ന കളഭത്തിൽ ഉപയോഗിക്കും. 40 ഉരുളയ്ക്കടുത്ത് കളഭമാണ് കളഭാട്ടത്തിനായി കരുതുന്നത്. ക്ഷേത്രതന്ത്രിയാണ് രാവിലെ പൂജിച്ച കളഭം ഭഗവാന് അഭിഷേകം ചെയ്യുക. പിറ്റേന്ന് നിർമാല്യ ദർശനം വരെ ഭഗവാൻ ഈ കളഭത്തിൽ ആറാടി ഭക്തർക്ക് അനുഗ്രഹം ചൊരിയും. 91ാമത് വർക്കല ശിവഗിരി തീർത്ഥാടനം ഡിസംബർ 30 തുടക്കമാകും. തീർത്ഥാടനത്തിൻ്റെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനും തീർത്ഥാടന മഹാസമ്മേളനം കേന്ദ്ര ധനകാര്യമന്ത്രി ശ്രീമതി നിർമ്മല സീതാരാമനും നിർവഹിക്കും. ജനുവരി 1-നാണ് ശിവഗിരി തീർത്ഥാടനം സമാപിക്കുക. ശിവഗിരി തീർത്ഥാടനത്തിന് മുന്നോടിയായി ഡിസംബർ 26-ന് രാവിലെ 10 മണിക്ക് നടക്കുന്ന സർവമത സമ്മേളന ശതാബ്ദി ആഘോഷം മുൻ രാഷ്ട്രപതി ശ്രീ രാംനാഥ് കോവിന്ദ് ഉദ്ഘാടനം ചെയ്യും. കേരള ഗവർണർ ശ്രീ ആരിഫ് മുഹമ്മദ് ഖാൻ ചടങ്ങിൽ മുഖ്യാതിഥിയാകും. ശ്രീകൃഷ്ണ ഭഗവാൻ അർജുനന് ഗീതോപദേശം നൽകിയത് അഗ്രഹായണ മാസത്തിലെ ഏകാദശി ദിവസമായിരുന്നു. ആ ദിവസം വൈകുണ്ഠ ഏകാദശിയായി ആഘോഷിക്കുന്നുണ്ട്. മാർഗശീർഷ മാസത്തിലെ വരുന്ന അതേ ദിവസമാണ് ഗീതാ ജയന്തിയായും ആഘോഷിക്കുന്നത്. ഓരോ വർഷവും ശ്രീകൃഷ്ണ ഭക്തർ വ്യത്യസ്തങ്ങളായ രീതിയിൽ ഗീതാ ജയന്തി ആഘോഷിക്കുന്നുണ്ട്. സൂറത്ത് നഗരത്തിൽ സംഘടിപ്പിച്ച ഇത്തവണത്തെ ഗീതാ ജയന്തി ആഘോഷത്തിൽ സംഘടിപ്പിച്ച പ്രത്യേക പരിപാടിയാണ് ലോക റെക്കോർഡ് നേടിയത്. ഗീത എന്ന പേരുള്ള 11,000 സ്ത്രീകളാണ് ഈ പരിപാടിയിൽ പങ്കെടുത്തത്. സംഘാടകർ ഇവരെ എല്ലാവരെയും ആദരിച്ചു. ഇതോടെ വേൾഡ് വൈഡ് ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഈ പരിപാടിക്ക് ഇടം ലഭിച്ചു. 11,000 ഗീതാ സഹോദരിമാരെ കൂടാതെ സൂറത്ത് സംസ്ഥാനത്തെ വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളും നിരവധി ഭക്തജനങ്ങളും ഈ പരിപാടിയിൽ പങ്കെടുത്തു. എല്ലാ ഞായറാഴ്ചയും രാവിലെ 8 മണിക്ക് പുണ്യദർശന മീഡിയയിൽ ക്ഷേത്രവാർത്തകൾ ഉണ്ടായിരിക്കുന്നതാണ്. നന്ദി.